കെ രമ, ഇതിപ്പോൾ ഈ പോരാളി ഷാജി, ചെങ്കതിർ, അമ്പാടിമുക്ക് ഇതിലേക്കൊക്കെ അന്വേഷണം പോകുന്നത് തന്നെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് MV ജയരാജൻ ഒരു പ്രതികരണം നടത്തുന്നത് തന്നെ ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഈ കാഫിർ പ്രയോഗം CPM-ന്റെ കുതന്ത്രമാണെന്നാണ് ഇപ്പോൾ ലീഗ് അധ്യക്ഷൻ പാണക്കാട് താങ്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കും അതേ നിലപാടാണോ? അങ്ങനെയെങ്കിൽ ആ കുതന്ത്രമാണെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ ആരുടെ പേരിലാണോ ഈ ആരോപണം ഉയർന്നത് അയാൾ തന്നെ ഹൈക്കോടതിയിൽ പോയ ശേഷമാണ് സർക്കാർ ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് തന്നെ. നോക്കൂ സ്മൃതി, ഇത് ഒരു നാടിനെ വർഗീയമായി വിഭജിക്കാൻ അല്ലെ കലാപമുണ്ടാക്കാൻ നടത്തിയ ഒരു ആസൂത്രിതമായ നീക്കമാണിത്. ഈ വർഗീയമായ ഈ വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന്റെ ബേസിൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയുമോ ഒരു തന്ത്രം, അതാണ് കുതന്ത്രം. തീർച്ചയായിട്ടും ആ കുതന്ത്രം മെനഞ്ഞത് തന്നെയാണ് CPM. അതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു പ്രയോഗം ഇവിടെ കൊണ്ടുവന്നതും. അത് തീർച്ചയായിട്ടും അത് അന്വേഷണം പോയാൽ ഇടത് പ്രൊഫൈലിൽ നിന്ന് തന്നെയാണ് അത് വന്നിട്ടുള്ളത്. ഇടത് പ്രൊഫൈലിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, അവരിലേക്കാണ് അന്വേഷണം കൃത്യമായി പോയിട്ടുണ്ടെങ്കിൽ എത്തുക എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അന്നേ പറഞ്ഞത്, ഇതാരാണ് കണ്ടുപിടിക്കണം, ആരാണ് ഇത് നടത്തിയത്, ഞങ്ങൾക്കറിയണം, നാടിനറിയണം എന്ന് പറഞ്ഞത് അതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസിനെ പരാതി കൊടുത്തു. അത് ഉന്നയിച്ച വ്യക്തി ആരുടെ പ്രൊഫൈൽ നിന്നാണോ, യൂത്ത് ലീഗിന്റെ നേതാവിന്റെ പ്രൊഫൈലാണ് പറഞ്ഞത്, ആ വ്യക്തി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവുകയാണ്. എന്നിട്ട് ഫോൺ ഉൾപ്പെടെ അവിടെ കൊടുക്കുകയാണ്. നിങ്ങൾ പരിശോധിക്കൂ, എന്റെ ഫോണിൽ നിന്നാണോ, എവിടെ നിന്നാണ്, നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞ് പോലീസിന് കൈമാറുന്നു. എന്നിട്ട് പോലീസ് എന്താ ചെയ്തത്? എന്റെ ഇത്രയും നാളായിട്ട് ഇപ്പൊ നോക്കൂ, ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായതിനു ശേഷം മാത്രമാണ് പോലീസ് ആക്ഷനിലേക്ക് നീങ്ങിയത്. പോലീസിനും അറിയാം, പോലീസിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാകും, നിങ്ങൾ ഇതിന്റെ അന്വേഷണം കാര്യമായിട്ട് കൊണ്ടുപോകരുത് എന്നുള്ളത്. അതുകൊണ്ടാണ് പോലീസ് അത് അന്വേഷിക്കാൻ തയ്യാറാവാതിരുന്നത്. അന്ന് അന്വേഷിച്ചത്, ഇന്ന് നടത്തിയ ഈ പരാമർശങ്ങൾ അന്ന് പോലീസിന് കണ്ടെത്താൻ പറ്റുമായിരുന്നു. എന്താണ് ആ സമയത്ത് അത് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവാതിരുന്നത്? അതിന് കാരണം ഒറ്റയൊന്നേ ഉള്ളൂ, അത് വന്നത് ഇതിന്റെ ഇടതു കക്ഷികൾ, ചില നേതാക്കൾ ആരാണെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതിന് ചിലർ ആസൂത്രിതമായി ആലോചന നടത്തിയിട്ട് ഈ ഒരു പ്രചരണം നടത്തി ഇലക്ഷൻ ജയിക്കാൻ കഴിയും. പുതിയൊരു തന്ത്രം നിങ്ങൾ നോക്കൂ. ഷാഫി എന്ന് പറയുന്ന ഈ വടകരയിലെ ഇപ്പോൾ MP ആയി നിയുക്ത MP, MLA, 4 വർഷം MLA ആയിരുന്ന ഒരു വ്യക്തിയെ എത്ര മോശമായിട്ടാണ് എല്ലാ ആളുകളും പരാമർശിച്ചു പോയത്. DYFIയുടെ ഒരു നേതാവിന്റെ പോസ്റ്റിൽ ഇപ്പോഴും ഷാഫി ഒരു വർഗീയവാദിയാണല്ലോ. ഒരു വർഗീയവാദിയായിട്ട് ഒരാളെ ചിത്രീകരിക്കാൻ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും അവിടെ മത്സരിച്ച പ്രിയപ്പെട്ട ടീച്ചർ ആ പ്രയോഗം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിന്റെ വസ്തുത, ഇതിന് കൃത്യമായി ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ, വസ്തുതാപരമായി ഇത് ശരിയാണോ എന്ന് ബോധ്യം വരണ്ടേ? ബോധ്യം വന്നതിന് ശേഷമല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയും അത് പറയുകയും ചെയ്യോ, ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യോ? അപ്പൊ ഇതൊരു വസ്തുതയും ബലമില്ല. അപ്പോഴും അറിയാം ഇത് വ്യാജമാണെന്ന്. കാരണം ഇത് പറഞ്ഞ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഫോൺ ഹാജരാക്കിയിട്ടുണ്ട്. ഇവർക്കറിയാം ഇത് വസ്തുതയില്ലാത്ത സംഗതിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും ആരോപണം ഉന്നയിക്കുകയാണ്. എത്ര മോശമായിട്ടാണ് വടകരയിൽ ഈ ഒരു രാഷ്ട്രീയത്തെ CPM ഇവിടെ ഉപയോഗപ്പെടുത്തിയത്. നേരത്തെ സ്മൃതിയൊക്കെ ഒരു പരാമർശം പണ്ട് CH മത്സരിച്ച സമയത്തേത് ഉന്നയിച്ച സമയത്ത് സ്മൃതിക്കെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നല്ലോ. CPM-ന്റെ ആളുകൾ എത്ര മോശമായിട്ടാണ് സ്മൃതിയൊക്കെ പലയിടത്തും ഉപയോഗിച്ചതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. സ്മൃതി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല മോശം, കാരണം വെച്ചാൽ അന്ന് പറഞ്ഞു നിന്ന ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഒരു പക്ഷേ ചില രാഷ്ട്രീയമായ അടവുകളായിരുന്നത്, തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുണ്ടാക്കിയ ചില അടവുകൾ. അത് നിങ്ങൾ തെളിയിക്കുമോ? എവിടെയാണ് കണ്ടത്? കേസ് കൊടുക്കാൻ പോകൂ? അതൊക്കെയല്ലേ പറഞ്ഞത്. ഇതൊക്കെ തെളിയിക്കാൻ കഴിയുമോ? പണ്ട് നടന്ന കാര്യം പണ്ട് നടന്ന എന്തെങ്കിലും തെളിവ് കിട്ടുമോ? ഇതുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്കറിയാം. എൻ്റെ അച്ഛനെ പോലുള്ള ആളുകൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് പറഞ്ഞ ആളുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ആ സമയത്ത് നടത്തിയ ഒരു അടവ് നയമായിരുന്നു. ആ തന്ത്രങ്ങൾ ഇപ്പോഴും ആവിഷ്കരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏതെങ്കിലും തരത്തിലേക്കുള്ള ചില പ്രയോഗങ്ങൾ നടത്താൻ സാധിക്കുമോ? ഈ തരത്തിൽ കാഫിർ ചിത്രീകരിച്ചുകൊണ്ട് വോട്ട് ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളത് നിങ്ങൾ നോക്കൂ സ്മൃതി. ഒരു നാമത്തെ
കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഒരു MLA പറയുകയാണ്, ഒരു നാമത്തെ വെച്ചുകൊണ്ട് ആ നാമമാണ് വർഗീയമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാൻ ഇവർക്ക് കഴിയുന്നു എന്ന് പറയുന്നത് ഇതേത് യുഗത്തിലാണ്, എവിടെയാണ് ജീവിക്കുന്നത്? ഇപ്പോഴും ഇതൊന്നും CPM അല്ലാതെ മറ്റാരും ഇതുപോലെ പറയുന്നത് നാം കേട്ടിട്ടില്ല. അപ്പോൾ ആ തരത്തിലൊരു നാമത്തെ പോലും ഉപയോഗിക്കുന്നു. അവരെന്താണ് പറയുന്നത്? അത് ഡോക്ടർ KN ഗണേഷ്, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ചരിത്രകാരനാണ്, ചരിത്രം പഠിക്കുന്ന ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഏത് ചരിത്രം അറിഞ്ഞിട്ടാണ് ഈ വടകരയിലെ ഈ ഒരു വിഷയത്തെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്? അദ്ദേഹം പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള മുസ്ലിമുകൾ, കാരണം ലീഗിന് 4ാം സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഒരു മുസ്ലിം നാമധാരി വന്നു. എവിടെയൊക്കെ മത്സരിച്ചു? ഇവിടെ കുഞ്ഞമ്മദ് മാഷ് കുറ്റ്യാടി മത്സരിച്ചു, മുസ്ലിം നാമധാരിയായിരുന്നല്ലോ, അന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ കോഴിക്കോട് എടമലങ്കരയും മത്സരിച്ചു, നമ്മൾ കണ്ടിട്ടില്ല. എന്തേ വടകരയിൽ മാത്രം ഈ ഒരു തലത്തിലേക്ക് പ്രചരണം കൊണ്ടുപോയത്? ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്? ആരാണ് ഉത്തരവാദി? ഇത് കണ്ടെത്തി, ഇത് ഉണ്ടാവരുത്. ഇനി നാളെ ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് നമ്മുടെ നാട് പോവരുത് സ്മൃതി. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതാരാണെന്ന് കണ്ടുപിടിക്കണം. ഇത് ഇടത് പ്രൊഫൈലിലേക്ക് പോകും എന്നറിഞ്ഞത് കൊണ്ടാണ് തീർച്ചയായിട്ടും ജയരാജൻ മുൻകൂട്ടി ഒരു മുളം മുന്നേ എറിഞ്ഞതാണ്. പോരാളി ഷാജിമാരെ പറ്റി. പോരാളി ഷാജിമാരാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട സൈബർ വിങ്ങുകളിലെ പ്രചാരകർ. അവര് ചെങ്കതിർ, എന്തൊക്കെയുണ്ട്, റെഡ് ആർമി, ഏതൊക്കെ തരത്തിലാണ് ഇടത് പ്രൊഫൈലുകൾ നമുക്കൊക്കെ എതിരായിട്ട് ഏറ്റവും മോശമായി ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പാർട്ടി പറഞ്ഞിട്ടാണ് നടത്തുന്നത്. ഇവിടെ പരാതി കൊടുത്തത് ആരായിരുന്നു? കാഫിർ. CPMന്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ ഭാസ്കരൻ ആണ് ഈ പരാതി കൊടുത്തത്. കാഫിറിന്റെ പരാതി എന്തടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ കൊടുത്തത്? ആ പരാതി കൊണ്ട് അന്വേഷിക്കണ്ടേ പോലീസ്? ഇപ്പോഴും അന്വേഷിച്ചു. ഞങ്ങൾ പറയുന്നു, ഇതിനാരാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോഴും എന്തിനാ പോലീസ് ഇപ്പോഴും ഒരു അമാന്തം? ഫേസ്ബുക്കിന്റെ അഡ്മിനെ നോക്കുന്നതിനെന്നാ പറഞ്ഞത്. എന്തേ KK ലതികയെ ചോദ്യം ചെയ്തു, പോലീസ് മൊഴിയെടുത്തു എന്നാണ് പറയുന്നത്. ചോദ്യം ചെയ്തു ഞാൻ പറഞ്ഞില്ല, മൊഴിയെടുത്തു എന്ന് പറയുന്നു. മൊഴിയെടുത്തപ്പോൾ ലതികയുടെ ഫോൺ എന്തുകൊണ്ട് വാങ്ങി പരിശോധിച്ചില്ല? ഫോൺ പരിശോധിക്കണ്ടേ? ഇവരുടെ ഏതെങ്കിലും ഒരാളുടെ ഫോൺ ഇവർ പരിശോധിച്ചോ? എന്താ പോലീസ് അത് ചെയ്യാത്തത്? ആരെയാണ് സംരക്ഷിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായ രാഷ്ട്രീയമാണ്. വടകരയെ വിഭജിക്കാൻ ഒരു കലാപമുണ്ട്. ഈ വർഗീയമായിട്ട് ചേരിതിരിച്ച് ഈ തരത്തിലേക്ക് ഒരു വിഷം ആളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തതാണ്. അത് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതാണ്. അത് പോലീസ് അടിയന്തരമായി ഈ വിഷയം കണ്ടെത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ നന്ദി KK രമ പ്രതികരിച്ചതിന്. Debate with Smriti Parithikad.